അപ്പൊ നമ്മളുടെ ക്രിസ്മസ് എക്സാമിന്റെ ടൈം ടേബിൾ ഒക്കെ വന്നു അല്ലെ. ഈ ടൈം ടേബിൾ വന്ന സമയം മുതലായിരിക്കും നിങ്ങളിൽ പലരും പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുക. ഈ പഠിക്കാൻ തുടങ്ങിയ മുതൽ വലിയ വലിയ സംശയങ്ങളായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും. ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും, ഒരുപാട് ക്വസ്റ്റ്യൻ മാർക്കായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. ഞാനും നിങ്ങളെ പോലൊക്കെ തന്നെ ആയിരുന്നു. നിങ്ങൾ ഈ ഒരു എക്സാമിന്റെ ടൈം ടേബിൾ വരുമ്പോഴാണ് നമ്മളെല്ലാവരും എന്ത് ചെയ്യുക, പഠിക്കാൻ അങ്ങ് തുടങ്ങുക. അപ്പോഴേ ആലോചിക്കുക ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അങ്ങനെ പല 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 ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോഴായിരിക്കും നോട്ട് ബുക്ക് മറച്ചു വെക്കുന്നത്, ടെക്സ്റ്റ് ബുക്ക് മറച്ചു വെക്കുന്നത് ഒക്കെ അപ്പോഴായിരിക്കും അല്ലേ. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് മറച്ചു വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിലുള്ള വലിയൊരു കൺഫ്യൂഷൻ ആയിരിക്കും ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം എന്നുള്ളത് അല്ലേ, ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഏത് നമ്മുടെ വൃത്തഭാഗങ്ങൾ അല്ലെങ്കിൽ പാർട്സ് ഓഫ് സർക്കിളിന്റെ ഫസ്റ്റ് ഭാഗം വരെ ആയിരിക്കും അല്ലേ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുക. അത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. അത് കഴിഞ്ഞാൽ നിങ്ങൾ അത് പഠിക്കാമെന്ന് വിചാരിച്ച് ഇരിക്കുന്ന സമയത്ത് വലിയൊരു പ്രശ്നക്കാരനാവാൻ പോകുന്ന ഒരാളാണ് ഈ ഒരു ചാപ്റ്റർ, നമ്മളുടെ നെഗറ്റീവ് നമ്പേഴ്സ് അല്ലെങ്കിൽ ന്യൂനസംഖ്യകൾ എന്ന് പറയുന്നത്. ഈ ചാപ്റ്റർ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും, പക്ഷെ എന്താണ് നിങ്ങൾക്ക് നോട്ട് ബുക്കിൽ കാണുന്നുണ്ടാവില്ല. നിങ്ങളുടെ ടീച്ചർ ഈ ചാപ്റ്റർ എടുത്തിട്ടുണ്ടാവില്ല അല്ലേ. ഇനിയിപ്പോൾ യൂട്യൂബിൽ എജ്യൂപോർട്ടിന്റെ ലൈവ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതിലും നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ കാണുന്നുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ പോയി, വലിയൊരു സംശയമായിരിക്കും ഇത്. അതായതടാ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് ഇല്ല, ഈ എക്സാമിനല്ല ഈ ഒരു കൊല്ലം നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ പഠിക്കേണ്ടതില്ല. നിങ്ങൾ കഴിഞ്ഞ ഇയർ നമ്മളുടെ ക്ലാസ് 8 നിങ്ങൾ ഈ ഒരു സെയിം ചാപ്റ്റർ പഠിച്ചിട്ടില്ലേ, ഈ ന്യൂനസംഖ്യകൾ അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിച്ചിട്ടില്ലേ. ആ സെയിം ചാപ്റ്റർ ആണ് എന്ത് ഈ ഒരു ചാപ്റ്ററും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയപ്പം ഇതിലേക്ക് വന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കൊല്ലം ഈ ഒരു ചാപ്റ്റർ പഠിക്കേണ്ടതില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്നാലും ഒരു സംശയമായിരിക്കും, പഠിക്കണോ, ഇനിയിപ്പോൾ പറയുന്നത് സത്യമാണോ, ഇനി എന്തെങ്കിലും കാരണവശാൽ എനിക്ക് വന്നാലോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതിനും പരിഹാരമുണ്ട്. അതായത് നിങ്ങളുടെ കേരള സർക്കാർ ഒരു സ്കീം ഓഫ് വർക്ക് ഇറക്കിയിട്ടുണ്ട്. അതിനനുസരിച്ചാണ് നിങ്ങളുടെ ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററും ഓരോ മന്തും എടുക്കുന്നത്. അതായത് അവരിറക്കിയിട്ടുള്ള സ്കീം ഓഫ് വർക്ക് ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. അതായത് നിങ്ങളുടെ ഫസ്റ്റ് സമവാക്യ ജോഡികൾ എന്ന് പറയുന്ന ചാപ്റ്റർ എപ്പോഴാണ്, ജൂണിലാണ് എടുക്കേണ്ടത്. പുതിയ സംഖ്യകൾ ജൂൺ ജൂലൈ ആണ്. ന്യൂ നമ്പേഴ്സ് കേട്ടോ, സമാന്തര വരകൾ അല്ലെങ്കിൽ പാരലൽ ലൈൻസ് ജൂലൈയിലാണ്. ദെൻ ഗുണന സമവാക്യങ്ങൾ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ് ജൂലൈയിലാണ് വരുന്നത്. ദെൻ അഭിന്നക ഗുണനം ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ്. ദെൻ എന്താണ്, സദൃശ്യ ത്രികോണങ്ങൾ സിമിലർ ട്രയാങ്കിൾ സെപ്റ്റംബർ ഒക്ടോബറിലാണ് എടുക്കേണ്ടത്. ദെൻ അടുത്ത നോക്ക്, ന്യൂനസംഖ്യകൾ എന്ന് പറഞ്ഞതാ ഇവിടെ കാണുന്നില്ലേ, ഇതാ നോക്ക്, ന്യൂനസംഖ്യകൾ എന്ന് പറഞ്ഞ് കാണുന്നുണ്ട് അല്ലേ. ഈ ന്യൂനസംഖ്യകളടാ, നമ്മളുടെ ഈ ന്യൂനസംഖ്യകൾ എന്താണ്, ഇതാ 2024-25 അക്കാദമിക് വർഷം 9ാം ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ടതില്ല. ഇതിൽ വെണ്ടക്കാക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് എന്ത്, നമ്മൾ ഇത് പഠിപ്പിക്കേണ്ടതില്ല എന്ന് ഇത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇതൊരിക്കലും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. വെറുതെ ഇനി വരൂലേ എന്നുള്ള വലിയ കൺഫ്യൂഷൻ ആയിട്ട് വെറുതെ അത് പോയിട്ട് വായിക്കാനും പഠിക്കാനും നിൽക്കേണ്ടതില്ല കേട്ടോ. എന്താണ്, നമുക്ക് ഈ 2024-25 അടുത്ത കൊല്ലം മുതൽ വരുന്ന കുട്ടിക്ക് എന്തായാലും പഠിക്കണം. ഈ ഒരു അധ്യയന വർഷം പഠിക്കുന്ന കുട്ടിക്ക് ഈ ഒരു ചാപ്റ്റർ പഠിക്കേണ്ടതില്ല കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ വൃത്തങ്ങളുടെ അളവുകളാണ് ഒക്ടോബറിൽ എടുക്കേണ്ട, രേഖീയ സംഖ്യകളാണ് നവംബറിൽ. ദെൻ ബഹുപദങ്ങളും നവംബറിൽ തന്നെയാണ്. വൃത്തഭാഗങ്ങൾ അല്ലെങ്കിൽ പാർട്സ് ഓഫ് സർക്കിളാണ് ഡിസംബറിൽ എടുക്കേണ്ട. പക്ഷെ എന്താണ്, ഈ ഡിസംബർ മാസം നിങ്ങൾക്ക് എടുക്കേണ്ട എന്താണ്, പാർട്സ് ഓഫ് സർക്കിളാണ്. പക്ഷെ എന്താണ്, ഡിസംബർ ഫസ്റ്റ് വീക്ക് ആണ് അല്ലേ നിങ്ങൾക്ക് എക്സാം വരുന്നത്. ദെൻ അതുകൊണ്ട് തന്നെ നമ്മളുടെ പാർട്സ് ഓഫ് സർക്കിളിന്റെ ചെറിയൊരു ഭാഗം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് ആണടാ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ തന്നെ എന്താണ്, ഇത്രയും ചാപ്റ്റർ വരുന്നതിൽ 11 ചാപ്റ്ററിൽ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കേണ്ടതില്ല. ഓക്കെ, സെറ്റ് അല്ലേ. അപ്പോൾ 10 ചാപ്റ്ററേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ 2 ദിവസം നിങ്ങൾക്ക് എന്തുണ്ട്, ലീവ് ഉണ്ട് കേട്ടോ എക്സാമിന്റെ മുന്നേ. അപ്പോൾ ആരും പേടിക്കേണ്ടതില്ല, സെറ്റായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ നമ്മളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമ്മളുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക്. അപ്പോൾ എന്ത് ചെയ്യുക, അതിൽ ജോയിൻ ചെയ്യുക. ലൈവുകളിലൊക്കെ നല്ല അടിപൊളിയായിട്ട് പങ്കെടുക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ ലൈവിൽ കാണാം. അതുവരേക്കും ബൈ.